റൂൾ 50 പ്രകാരം ഇന്ന് ലഭിച്ച നോട്ടീസ് ടെലിവിഷൻ ചർച്ചയ്ക്കിടെ വിവാദ പരാമർശം നടത്തിയ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാത്തതിനെ സംബന്ധിച്ചാണ്. നടപടികൾ നിർത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ഉപക്ഷേപം അവതരിപ്പിക്കാൻ തക്ക പ്രാധാന്യമോ പ്രാധാന്യമോ അടിയന്തര സ്വഭാവമോ ഇക്കാര്യത്തിലുള്ളതായി കാണാത്തതിനാൽ പ്രസ്തുത നോട്ടീസ് പരിഗണിക്കാൻ നിർവാഹമില്ലെന്ന് അറിയിക്കുന്നു. എന്നിരുന്നാലും നോട്ടീസ് നൽകിയ ബഹുമാനപ്പെട്ട അംഗം ശ്രീ സണ്ണി ജോസഫിന് ഇക്കാര്യം ഇന്ന ദിവസത്തെ ആദ്യ സബ്മിഷനായി ഉന്നയിക്കാവുന്നതാണ്. ഓർഡർ പ്ലീസ്. അല്ലല്ല, അവിടെ ഇരിക്കട്ടെ. മൈക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ അവിടെ പോയി. ചെയറിൽ അവിടെ പോയിരിക്ക്. യെസ് പ്ലീസ്. ചാനൽ ചർച്ചക്കിടെ എന്ന് പറഞ്ഞുകൊണ്ട് യെസ് അദ്ദേഹം ഒന്ന് പ്ലീസ്. യെസ് പ്ലീസ് അദ്ദേഹം സംസാരിക്കട്ടെ. LOP സംസാരിക്കട്ടെ. യെസ് ഇന്നിവിടെ കൊടുത്ത നോട്ടീസ്, ബഹുമാന്യനായ ശ്രീ സണ്ണി ജോസഫ് ഇവിടെ കൊടുത്ത നോട്ടീസ് വളരെ ഗൗരവതരമായൊരു വിഷയം ഉയർത്തിക്കൊണ്ടുള്ളതാണ്. ചാനൽ ചർച്ചയ്ക്കിടയിൽ ഒരു BJP നേതാവ് ഈ രാജ്യത്തെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട ഉതിർക്കും എന്ന് പറഞ്ഞൊരു കേസാണ് സാർ. അത് നിസ്സാരമായൊരു വിഷയമാണ്, ഗൗരവമല്ലാത്തൊരു വിഷയമാണ് എന്ന് അങ്ങ് പരാമർശത്തിനെതിരായി അതിശക്തമായ പ്രതിഷേധം ഞാൻ ഈ സഭയിൽ രേഖപ്പെടുത്തുന്നു. സാർ, രാജ്യത്തെ ഏറ്റവും വലിയ ഒരു നേതാവിന്റെ നെഞ്ചിൽ വെടിയുണ്ട ഉതിർക്കുന്ന സംഭവം ഈ നിയമസഭയിൽ വന്ന് ഈ ഗവൺമെന്റ് മറുപടി പറയണ്ടേ? അയാൾക്കെതിരായി 2 ദിവസം കഴിഞ്ഞ് ഇന്നലെയാണ് അയാളെ സംരക്ഷിക്കാൻ ഈ ഗവൺമെന്റ് ശ്രമം നടത്തുന്നു. ഞങ്ങൾക്ക് അതിൽ ശക്തിയായ എതിർപ്പുണ്ട്. അയാളെ കേസ് പോലും എടുത്തത് അങ്ങേപോലെ തന്നെ ലീഡർ ഓഫ് ഒപ്പോസിഷനെ ബഹുമാനിക്കുന്ന ആളെ ചേർന്നും. പക്ഷെ ഈ ഫ്ലോറിനകത്ത് ഉന്നയിക്കാൻ മാത്രം ഒരു TV ചർച്ചക്കൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ ഇവിടെ ഒന്ന് പറയാൻ പറ്റുമോ? ഓർഡർ